സ്കൂൾ ചരിത്രം. ഗ്രാമീണ മേഖലയായിരുന്ന പത്തിയൂർ പ്രദേശത്ത് അക്ഷരസ്നേഹിയായിരുന്ന തണ്ടത്ത് കിഴക്കതിൽ കൊച്ചുകുഞ്ഞുപിള്ള 1919 നാട്ടുകാരുടെ സഹകരണത്തോടെ ആരംഭിച്ച വിദ്യാലയമാണ് തൂണേത്ത് ശ്രീകൃഷ്ണവിലാസം ലോവർ പ്രൈമറി സ്കൂൾ. തുടർന്ന് 1959 അന്നത്തെ മാനേജറായിരുന്ന തൂണേത്ത് രാഘവൻപിള്ള ഈ വിദ്യാലയം സർക്കാരിന് കൈമാറി. കാലത്തിന്റെ കുത്തൊഴുകിൽപ്പെട്ട് മൺമറയാതെ ഈ വിദ്യാലയത്തെ കാത്തുസൂക്ഷിച്ചതിൽ 4 പതിറ്റാണ്ടോളം പ്രഥമാധ്യാപകനായിരുന്ന കൊച്ചുപിള്ള സാറിന്റെ സേവനം ഏറെ സ്മരണീയമാണ്. കിണർ എന്നത് ഓണാട്ടുകരയിലെ ഒരു അപൂർവ വസ്തുവായിരുന്ന സമയത്തും ഈ പ്രദേശത്ത് ഒട്ടനവധി പേർക്ക് കുടിവെള്ളം നൽകിയിരുന്ന ഈ സ്കൂൾ കിണർ പഞ്ചായത്തിന്റെ സഹായത്താൽ വിദ്യാലയത്തോടൊപ്പം സംരക്ഷിച്ചു പോരുന്നു. വിദ്യാലയത്തെക്കാൾ പഴക്കമുള്ള പ്ലാവും മറ്റു മരങ്ങളും കൂടാതെ പുതുതായി നട്ടുവളർത്തിയ ഔഷധ ചെടികളും സ്കൂളിൽ ഹരിതാഭ പകർന്ന് പരിസ്ഥിതി പരിവേഷത്തോടെ കുളിർമയേകുന്നു. കേരളത്തിലെ തന്നെ ലക്ഷണയുക്തമായ പുഞ്ചകളിൽ പ്രധാനപ്പെട്ടതാണ് ഓണാട്ടുകരയിലെ കേരനിരകളാൽ ചുറ്റപ്പെട്ട പത്തിയൂർ ഉള്ളിട്ട പുഞ്ച. ഖാണ്ഡവ ദഹന സമയത്ത് കത്തിയ ഊരാണ് പത്തിയൂറായി മാറിയത് എന്ന കഥ പ്രചാരത്തിലുണ്ട്. ഐശ്വര്യപൂർണമായ ഈ പുഞ്ചയിൽ എല്ലാ വർഷവും കർക്കിടകം 1-ാം തീയതി ഏവൂർ സംക്രമ വള്ളംകളി അരങ്ങേറും. രാജഭരണകാലത്ത് സൈന്യങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്ന പ്രധാനപ്പെട്ട കളരികളിലൊന്നാണ് ഈ കാണുന്ന പത്തിയൂരിലെ കളരിക്കൽ കളരി. കാവും കുളവും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക ജൈവാന്തരീക്ഷം കളരികൾ പ്രദാനം ചെയ്തിരുന്നു. പത്തി എന്നാൽ സൈന്യമെന്നും സൈന്യം പാർത്തിരുന്ന ഊര് പത്തിയൂര് എന്ന വ്യാഖ്യാനവും സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. പല തൊഴിൽ മേഖലകളും പത്തിയൂരിൽ അന്യം നിന്ന് പോയപ്പോഴും 7 പതിറ്റാണ്ടോളം പിന്നിടുന്ന കശുവണ്ടി വ്യവസായം ഇപ്പോഴും ഗതകാല സ്മരണകൾ ഉയർത്തി തലയെടുപ്പോടെ നിലനിൽക്കുന്നു. പുരയിടങ്ങളുടെ അതിരുകാക്കാൻ നട്ടിരുന്ന കൈതച്ചെടി ഓണാട്ടുകരയുടെ ഒരു വലിയ കാഴ്ചയും കൈതപ്പൂമണം ഒരു നാടിന്റെ സൗരഭ്യവുമായിരുന്നു. കൈതച്ചെടിയിൽ നിന്നും രൂപപ്പെട്ട തഴപ്പായ് വ്യവസായം സ്ത്രീകളുടെ ഒരു പ്രധാന കൈത്തൊഴിലായിരുന്നു. ശത്രുജീവികളിൽ നിന്നും രക്ഷ നേടാൻ ഉപ്പൻ, കുളക്കോഴി തുടങ്ങിയ പക്ഷികൾ ഈ കൈതച്ചെടിയുടെ ഇടയിൽ അഭയം തേടിയിരുന്നു. ഇത് ഓണാട്ടുകരയിലെ തനത് കൃഷിയായ എള്ള്. ഔഷധ ഗുണത്താലും രുചി സമൃദ്ധിയിലും മറുനാട്ടിൽ പോലും ഏറെ പ്രിയമാണ് ഈ ഓണാട്ടുകര ധാന്യത്തിന്. ഭാരം ചുമക്കുന്നവർക്ക് തങ്ങളുടെ ഭാരമിറക്കാനും കയറ്റാനും സഹായകരമായിരുന്ന ചുമട് താങ്ങി. ഇത് മുതുകുളം ഗ്രാമത്തിലെ നഗരൂർ ചെറിയിലെ ഒരു ചുമട് താങ്ങി. വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ജീവജലം നൽകിയ വഴിക്കിണർ ഇതും ചരിത്ര സ്മാരകങ്ങളുടെ ഭാഗം തന്നെ. കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കായംകുളം കായൽ. മുതുകുളം, ആറാട്ടുപുഴ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽപ്പെട്ട കനകക്കുന്ന് ജെട്ടിയാണ് ഇത്. ഏറെ പ്രൗഢിയോടെ നിന്ന ഈ കായൽപ്പുറം മത്സ്യബന്ധനത്തിനും കരകൃഷിക്കും മുൻതൂക്കം നൽകിയിരുന്നു. ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഇവിടം. ഇത്തരത്തിലുള്ള നാടിന്റെ ചരിത്രശേഷിപ്പുകൾ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താനുള്ള ഉദ്യമത്തിലാണ് പത്തിയൂർ തൂണേത്ത് ഗവൺമെന്റ് SKVS LP സ്കൂളിലെ അധ്യാപകരും SMCയും മികവുത്സവത്തിന്റെയും സർഗോത്സവത്തിന്റെയും 1-ാം ഭാഗമായി ഇവിടെ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊഞ്ചിയോരത്ത് നിന്നും കായലോരത്തേക്ക് വേനൽക്കുളിര് എന്ന പേരിലുള്ള നാട്ടറിവ് പഠനയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാലയങ്ങളും ഉണർവിന്റെ പാതയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഇവിടെ 99 വർഷം പിന്നിട്ട പത്തിയൂർ ഗവൺമെന്റ് SKV LP സ്കൂൾ എന്ന തോണത്ത് സ്കൂളും വേറിട്ട ഒട്ടനവധി പരിപാടികളോടെ അതിന്റെ പഴയ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. 1ാം ക്ലാസ് 1ാം തരം ആക്കുന്നതിന്റെയും മികവുത്സവത്തിന്റെയും ഭാഗമായി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേനൽക്കുളിര് 2018 എന്ന പരിപാടിക്ക് തുടക്കമാകുന്നു. കുട്ടികളുടെ മാനസികോല്ലാസം, ചിന്ത എന്നിവയിലൂടെ വ്യത്യസ്തമായ ശേഷികൾ കൈവരിക്കാൻ കഴിയുന്ന തരത്തിലാണ് പരിപാടികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശങ്ങൾ താഴെ പറയുന്നതാണ്. അയൽ ഗ്രാമമായ മുതുകുളത്തെ പരിചയപ്പെടുക, എള്ളിൻപാടം സന്ദർശിച്ച് എള്ളിൻ വിഭവങ്ങളെക്കുറിച്ച് പഠിക്കുക, കർഷകനെ അനുമോദിക്കുക, നാടിന്റെ പൈതൃകമായ ചുമടുതാങ്ങിയുടെ ഓരത്തിരുന്ന് അതിന്റെ കഥ കേൾക്കുക, തണ്ണീർത്തടം തൊട്ടറിയുക, ആസ്വദിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ കായൽ മത്സ്യങ്ങളെ ജീവനോടെ കണ്ടറിയുക, കായൽ യാത്ര അനുഭവമാക്കുക, നാടക കലാകാരനുമായി അനുഭവങ്ങൾ പങ്കുവെക്കുക, ഗുരുവിന്റെ ഭവനം സന്ദർശിക്കുക, പുത്തൻ കൂട്ടുകാരെ കണ്ടെത്തുക, ഇരു ഗ്രാമങ്ങളിലെയും ജനപ്രതിനിധികളുമായി കുശലം പറയുക എന്നിവയാണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ. രാവിലെ 6:30 പുഞ്ചയോരത്തു നിന്നും കായലരത്തേക്കുള്ള നാട്ടറിവ് പഠനയാത്ര ആരംഭിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുൾപ്പെടുന്ന 75 അംഗ സംഘമാണ് ഈ അവധിക്കാല പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കരിയക്കുളങ്ങരയിലെ ഇരുമ്പാണി വയലിലെ എള്ളിൻപാടത്തേക്കാണ് സംഘം ആദ്യം എത്തിയത്. കർഷകനായ വിഭജികയിൽ ചന്ദ്രസേനൻ നായരും കുടുംബവും നാട്ടുകാരും പഠനയാത്രാ സംഘത്തിന് കൃത്യമായ സ്വീകരണം നൽകി. എള്ളിൻപാടത്തേക്ക് കൗതുകത്തോടെ എത്തിയ കുട്ടികൾ അവർക്കറിയാവുന്ന എള്ളിൻ വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഓണാട്ടുകര എള്ളിന്റെ ഔഷധ ഗുണവും രുചി വൈഭവവും മറുനാട്ടിൽ പോലും ഏറെ എള്ളിൻ പൂവിന് മുത്തം നൽകി പാടത്തോട് യാത്ര പറഞ്ഞു. തുടർന്ന് ഒരു നാടിന്റെ മുഴുവൻ ഭാരവും ഏറ്റുവാങ്ങിയ നമ്മുടെ പൈതൃകത്തിന്റെ ബാക്കിപത്രമായ ചുമടുതാങ്ങിയുടെ അരികിലെത്തി. തലേ ദിവസം തന്നെ അയൽക്കാരായ ചന്ദ്രൻ, സജി എന്നിവരുടെ നേതൃത്വത്തിൽ കുറ്റിക്കാട്ടിൽ അകപ്പെട്ടുപോയ ചുമടുതാങ്ങിയ യാത്രാസംഘത്തിനായി ഒരുക്കിയിരുന്നു. മുതുകുളം നഗരൂർ ചിറയിലെ ചുമടുതാങ്ങിയുടെ ഓരത്തുകൂടിയ കുട്ടികൾക്ക് അയൽക്കാർ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. പൊതുപ്രവർത്തകനും ചുമടുതാങ്ങിയുടെ പരിചയക്കാരനുമായ തറയിൽ ശോഭനൻ ചുമടുതാങ്ങിയുടെയും ചുമട്ടുകാരുടെയും കഥ കുട്ടികൾക്കായി പറഞ്ഞു കൊടുത്തു. റോഡ് വരുന്നതിന് മുമ്പ് ഇവിടെ സ്ഥാപിച്ചത് ഇതിന് ഇടവഴികളെന്ന് പറയും. നിങ്ങൾക്ക് ഇന്ന് ഇടവഴികൾ കാണാൻ കഴിയത്തില്ല, എല്ലാം റോഡുകളാണ്. എങ്കിലും ചില വീട്ടുകളിലൊക്കെ പോകുമ്പോൾ ഇടവഴിയുണ്ട്. എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്
അന്നുണ്ടായിരുന്ന ഈ ഇടവഴിയുടെ ഭാഗമായിട്ട് വടക്കോട്ട് വരുന്ന ഒരു ഇടവഴി കിടപ്പുണ്ട്. ചുമട് താങ്ങിന്നാണ്. ഉറച്ചു പറയൂ, എല്ലാവരോടും ഉറച്ചു പറയൂ. ചുമട് താങ്ങിയെന്നാണ്. നിങ്ങൾ ചുമടെടുത്ത് വരുന്നവരെ കണ്ടിട്ടുണ്ടോ? തലയിൽ ഭാരമേറ്റിക്കൊണ്ട് വരുന്നവരെ കണ്ടിട്ടുണ്ടോ? കണ്ടുള്ളവർ കൈ ഉയർത്തിക്കേ. എന്തോന്ന് പറഞ്ഞു തരണം. എന്തോ ആ തലയിൽ വെച്ചുകൊണ്ട് വരുന്നതെന്ന് കണ്ടിട്ടുള്ളവർ പറയണം. അനുശ്രീ എന്തോ കണ്ടിട്ടുള്ളേ? തലയിൽ വെച്ച് ചുമന്ന് കൊണ്ടുവരുന്ന എന്തെങ്കിലും സാധനം കണ്ടുണ്ടോ? കണ്ടില്ല. വേറെ എന്തോ അസിംഷ പറയൂ, ഉറച്ചു പറ. ചട്ടിയും കലവും. വെരി ഗുഡ്. ഒരു കൈയടിച്ചേ, നല്ലൊരു കൈയടി കൊടുത്തേ. ചട്ടിയും കലവും തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് വരും. വേറെ പറ മോനെ. സിമെന്റും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് വരും. ഓക്കെ, വേറെ കല്ലും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് വരും. അപ്പോൾ ഇനി സാർ പറയാൻ കേട്ടോണം. ഇങ്ങനെ നമ്മുടെ ഈ റോഡിലൂടെ പണ്ട് കാലത്ത് ലോറിയും നമ്മുടെ ആപ്പ പെട്ടുവണ്ടിയൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് തലയിൽ വെച്ച് വളരെ കിലോമീറ്ററുകളോളം ദൂരം ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസരമായി ചുമട്ടുകാരായ തൊഴിലാളി സുഹൃത്തുക്കൾ, കൂട്ടുകാർ ഇങ്ങനെ വരുമ്പോൾ അവരുടെ കഴുത്തിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ ഈ ഭാരം, മീനുള്ള കൊട്ടുണ്ട്, അരിയും ചക്കുണ്ട്, ഇതെല്ലാം കൊണ്ടുവന്ന് താങ്ങി ഇവിടോട്ടാണ് വയ്ക്കണേ. കുട്ടികൾ ചുമട് താങ്ങിയെ പൂമാലയിട്ട് ആദരിക്കുകയും ഇത് നമ്മുടെ നാടിന്റെ പൈതൃകത്തിന്റെ ബാക്കിപത്രം നമുക്ക് കാത്തു സൂക്ഷിക്കാമെന്ന ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം ആ ചരിത്ര സാക്ഷ്യത്തോട് കുട്ടികൾ യാത്ര പറഞ്ഞു. മുതുകുളം ആറാട്ടുപുഴ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കായംകുളം കായലിന്റെ ഓരത്തുള്ള കനകക്കുന്ന് ജെട്ടിയിലേക്കാണ് സംഘം എത്തിയത്. കായൽ കാഴ്ചകൾ, മീൻപിടുത്തം, മീൻ വിൽപ്പന ഇവ കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി. ഊള, കണമ്പ്, പൂഞ്ഞാവാലി, കൂരി, കരിമീൻ, പള്ളത്തി, മാന്തൽ തുടങ്ങി വംശനാശ ഭീഷണി നേരിടുന്ന 12ഓളം മത്സ്യങ്ങളെ ജീവനോടെ മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾക്ക് തൊട്ടു പരിചയപ്പെടുത്തി കൊടുത്തു. പിടഞ്ഞുമറിയുന്ന വ്യത്യസ്ത മത്സ്യങ്ങൾ കുട്ടികൾക്ക് ഏറെ കൗതുകമായി. തുടർന്ന് നടത്തിയ കായൽ യാത്രക്കിടയിൽ മനസ്സിന് വല്ലാത്ത കുളിർമയേക്ക് നിന്ന കണ്ടൽക്കാടുകൾ, വ്യത്യസ്ത ഇനത്തിലുള്ള നീർപക്ഷികൾ, കൊറ്റികൾ, പരുന്നുകൾ ഇവയെക്കുറിച്ച് പ്രഥമ അധ്യാപക KH സജിനി വിശദീകരണം നൽകി. ബിന്ദു ടീച്ചറും രാജലക്ഷ്മി ടീച്ചറും വഞ്ചിപ്പാട്ടിന് നേതൃത്വം നൽകി. കുട്ടികൾ വായ്ത്താരികൾ ഏറ്റുപാടി.
നാടക കലാകാരനായ KPSC കനകപ്രസാദിന്റെ കായലോര വസതിയിലെത്തിയ യാത്രാസംഘത്തിന് അദ്ദേഹം തന്റെ നാടകാനുഭവങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം നിർമ്മിച്ച ഏറുമാടത്തിലും കയറി നിന്ന് കായൽ കാഴ്ചകൾ വീക്ഷിച്ച യാത്രാസംഘം കായലിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് യാത്രയായത്. തുടർന്ന് 1ാം ക്ലാസ് അധ്യാപകനായ G. കൃഷ്ണകുമാറിന്റെ മുതുകുളത്തുള്ള ഭവനത്തിലെത്തിയ സംഘത്തിന് മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BS. സുജിത്ലാൽ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സുകുമാരൻ, വാർഡ് മെമ്പർ GS. ബൈജു, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സോമലത, സാമൂഹ്യ പ്രവർത്തകൻ SK. പിള്ള, അയൽക്കാർ എന്നിവർ ചേർന്ന് സ്നേഹോഷ്മളമായ വരവേൽപ്പ് നൽകി. വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ കളിപ്പന്തലിലെ കൂട്ടായ്മ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രഭാകരൻ കടങ്കഥ പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മുറ്റത്തെ ചെക്കന് അടപ്പില്ല. കിടക്കും കയറോടും അമ്മയച്ഛനെ അനുസരിക്കാതെ തന്നെ രാവിലെ ഇറങ്ങി വൈകിട്ട് ഉച്ചയ്ക്കും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും പോയി കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു വ്യത്യസ്തമായ സമീപനത്തിൽ പ്രഥമാധ്യാപകരുടെയും ശ്രീ കൃഷ്ണകുമാർ സാറിൻ്റെയും ഒക്കെ തന്നെ ഒരു പുതിയ ചിന്താശീലത്തിലൂടെ ഈ കുട്ടികളെ മറ്റൊരു തരത്തിലേക്ക് മുതുകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ GS. ബൈജു അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപക KH. സജിനി സ്വാഗതം ആശംസിച്ചു. തുടർന്ന് പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിത ആലപിച്ചുകൊണ്ട് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സോമലത 1ാം ക്ലാസ് മാഗസിൻ കിളിക്കൊഞ്ചൽ പ്രകാശനം ചെയ്തു. തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. കഴിഞ്ഞ തപാൽ ദിനത്തിന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി P. തിലോത്തമൻ എന്നിവർ 1ാം ക്ലാസ്സിലെ ലക്ഷ്യതയ്ക്കും അനന്തുവിനും അയച്ച മറുപടി കത്തുകൾ സോമലത യോഗത്തിൽ വായിച്ചു കേൾപ്പിച്ചു. നേരിൽ കണ്ട് പഠിക്കുന്നതിനും തപാൽ ദിനത്തിൽ ജീവനക്കാരെ കണ്ട് ആശംസകൾ രേഖപ്പെടുത്തുന്നതിനും പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കാനുള്ള ലക്ഷ്യതയുടെയും കൂട്ടുകാരുടെയും തീരുമാനം അഭിനന്ദനം അർഹിക്കുന്നതാണ്. എല്ലാ ആശംസകളും നേരുന്നു. പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചതിന് ശേഷം മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാരെയും എല്ലാ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. ഇതെഴുതി അറിയിച്ചോ സാറേ? മുതുകുളം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കഥകൾ പറഞ്ഞുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അവർ പഠിക്കുമ്പോൾ അവർ 10 തൊട്ട് 4 വരെ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട്. അതിനുശേഷം അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് കുട്ടികൾ പഠിച്ചതെന്ന് അവരോട് വിശകലനം ചെയ്യുക. അവർക്ക് ഏതെല്ലാം വിഷയത്തിലാണ് അവർ പിന്നോക്കം നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അധ്യാപകരെ സമീപിച്ച് അതിൻ്റെ കാര്യങ്ങൾ അധ്യാപകരോട് പറയുകയാണെങ്കിൽ അവർക്ക് വളരെ കൂടി മറ്റു കുട്ടികളോടൊപ്പം തന്നെ മുൻപന്തിയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് യാതൊരു സംശയമില്ല. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PS. ദീപ അവധിക്കാല സന്ദേശം നൽകി. ചടങ്ങാണ് കാണിക്കുന്നത്. നമ്മുടെ ഇത് ഒരു ലളിതമായ ചടങ്ങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു മഹത്തായ ചടങ്ങെന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി അവർ എള്ളുമ്പൂ കണ്ട് മുത്തമിട്ടും ചുവടുതാങ്ങി കണ്ടും കായലോരം സന്ദർശിച്ചും അവർ ക്ഷീണിതരായി വന്നിരിക്കുന്നവരെ കൂടുതലായി ഒന്നും ഞാൻ പറഞ്ഞ് അരങ്ങ് മുന്നിപ്പിക്കുന്നില്ല.
വ്യത്യസ്തമായ ശേഷികൾ കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി എസ് കൃഷ്ണ, സീനിയർ അധ്യാപിക എൽ ബിന്ദു എന്നിവർ സമ്മാനങ്ങൾ നൽകി. വള്ളത്തിലും വഞ്ചിയിലും ഒക്കെ ഇരിക്കുമ്പോൾ അവരെ പോലെ ഒരു വിദ്യാർത്ഥിയായി മാറുകയായിരുന്നു രക്ഷിതാക്കൾ. അവർ എന്നും വീടിനുള്ളിൽ ഒരു പ്രത്യേക ലോകത്തിൽ കഴിഞ്ഞിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക്, ഒരു കായൽ കാഴ്ച കാണാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക്, ഒരു മീൻ വിൽപ്പനക്കാരൻ അദ്ദേഹം കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇതിന് ജീവനുണ്ട് മോനെ, ഈ മീനെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ മുഴുവൻ ശ്രദ്ധ അങ്ങോട്ട് വരികയും അവനറിയാവുന്ന പേര് അത് വിളിച്ചു പറയുകയും അതല്ല ഇന്നതാണ് ആ മീനിൻ്റെ പേരെന്ന് തിരുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കാഴ്ച. അവസാനം കായലിനൊരു വലിയ സല്യൂട്ട്, കായലിനെല്ലാവരും ചേർന്ന് വലിയ പരേഡൊക്കെ നടത്തി സല്യൂട്ട് അടിക്കുന്ന രീതിയിൽ ദൂരെ നിന്ന് ആൾക്കാർ നോക്കുന്നു. എന്നെയും പരിചയമുള്ള ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ എന്തോ എനിക്ക് സംതിങ് പ്രശ്നമായിട്ടൊക്കെ തോന്നി ആൾക്കാർ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, സാറിന് മാത്രമല്ലല്ലോ പ്രശ്നം, എല്ലാവർക്കും ചെറിയ പ്രശ്നമാണ്. അതുവരെ ബോട്ട് യാത്ര നടത്തി മീനെ കണ്ടു അവരെല്ലാം സഹിച്ചു. അവരെല്ലാം നിന്നവർ കുറേ കഴിഞ്ഞപ്പം ഇവർ പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പോയിട്ട് ചായ കുടിയൊക്കെ കഴിച്ച് APSC കനകപ്രസാദ് മാഷിൻ്റെ വീട്ടിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കായലിൻ്റെ അരിയിലോട്ട് പോയി മുട്ടം വെയിൽ, ആ വെയിലിട്ട് വന്നില്ല പട്ടാളക്കാർ കാർഗിലൊക്കെ കാണിക്കുന്ന പോലെ വലിയൊരു സല്യൂട്ട്. അപ്പോൾ ബാക്കി ഇന്നൊരു പറഞ്ഞു, സാറിന് മാത്രമല്ല എല്ലാവർക്കും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പത്യൂർ വിശ്വൻ, ബീനാജി, കായംകുളം BRC കോർഡിനേറ്റർമാരായ നിഷ, അനിത എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പാഠപുസ്തകത്തിലെ 1ാം ക്ലാസ് 1ാം തരമാക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഒരു അടിത്തറയിടുകയാണ്. ഇവിടെ ഒരു വികാസമുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു കവി പറഞ്ഞു, എൻ്റെ കവിത ഇനി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം പറഞ്ഞത്, മലയാളത്തിന് PhD എടുക്കുന്ന അധ്യാപകർക്ക് അക്ഷരം അറിയാൻ പാടില്ല. അക്ഷരം അറിയാൻ പാടില്ലാത്ത അധ്യാപകർ എൻ്റെ പാഠപുസ്തകം പഠിപ്പിക്കരുതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട അക്ഷരം 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട അക്ഷരം PhDക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 1ാം ക്ലാസ്സിലെ കുട്ടികളെ 1ാം തരമായിട്ട് അവർക്ക് അടിത്തറയിടുന്നതിന് വേണ്ടി ഒരു പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗം എന്നുള്ള നിലയിൽ വിശദീകരിച്ചുകൊണ്ട് നമ്മളെയൊക്കെ തന്നെ ഈ നിലയിൽ ഒരു ബുദ്ധിപരമായിട്ടും മാനസികപരമായിട്ടും വികാസം കുട്ടികൾക്ക് കൊടുക്കത്തക്ക വിധത്തിൽ, ഒപ്പം അവരുടെ രക്ഷകർത്താക്കൾക്കും നല്ലൊരു സൗന്ദര്യാസ്വാദനം കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ തന്നെ നടത്തുന്നതിന് ഭാവനാപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നടത്തിയത് 1ാം ക്ലാസ്സിലെ 1ാം തര അധ്യാപകനായ കിഷോകുമാർ സാറും ഒപ്പം അവിടുത്തെ അധ്യാപകരും. സ്റ്റാഫ് സെക്രട്ടറി S. രാജലക്ഷ്മി നന്ദി പ്രകാശിപ്പിച്ചു. ടീച്ചർ അതിനുള്ള എല്ലാ സപ്പോർട്ടും നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ടീച്ചറും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഇതിനെ ഒരു വേനൽ കുളിരായി പരുവപ്പെടുത്തിയിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ BRCയിൽ നിന്ന് നമ്മുടെ സർഗോത്സവം, നാടിൻ്റെ അറിവുത്സവം എന്ന ഒരു മികവുത്സവം നമ്മുടെ ഈ വേനൽ അവധിക്കാലത്ത് നടത്തണം എന്നൊരു നിർദ്ദേശം നമുക്ക് കിട്ടുന്നത്. അത് ഞാനിവിടെ സൂചിപ്പിച്ചത്, നമ്മുടെ വിദ്യാഭ്യാസ മേലധികാരികൾ ചിന്തിക്കുന്നതിനും ഒരുപടി മുന്നേ നമ്മുടെ കൃഷ്ണകുമാർ സാർ അത് ചിന്തിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി, നമ്മൾ വാക്കുകൾ പറയുമ്പോൾ അത് കഴിഞ്ഞു, പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സുപ്രിയ, ബിന്ദുലേഖ, ഷാനിത, ഉഷ എന്നിവർ SMC അംഗങ്ങളും യാത്രയ്ക്ക് നേതൃത്വം നൽകി. വിയർപ്പിൻ്റെയും പിന്നെ ദുഃഖത്തിൻ്റെയും
സന്ദേഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ചുമട് ഭാരം. ഇനി എൻ്റെ കുട്ടികൾക്ക് ഇതുകൊണ്ട് ഒന്ന് വിറ്റിട്ട് വേണം നാളെ അവർക്ക് അന്നം വാങ്ങാൻ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും കണക്ക് കൂട്ടുകളും കിഴിക്കലുകളും എല്ലാം ആ ചുമട് താങ്ങി ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് പുസ്തകമൊക്കെ ഇട്ട് വെച്ചാൽ ആ അനുഭവം ഇന്ന് ഞാൻ ഓർത്തു. എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും എടുക്കാതിനൊക്കെ മുഴുക്കുന്ന ഈ ഓർമ്മകൾ എന്നും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ ആശിക്കുന്നു. ഉച്ചയ്ക്ക് സ്നേഹവിരുന്നിനെ തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടുന്ന യാത്രാസംഘം തങ്ങളുടെ വിദ്യാലയ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച്